ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് പിൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അക്വേറിയം ടോപ്പ് ഫിൽറ്ററും അതിൻ്റെ ഇൻസ്റ്റാളേഷനും, അതായത് അതിലെങ്ങനെ മീഡിയ ഒക്കെ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെ പറയാം. എന്നാൽ മാത്രമേ അത് ഇൻസ്റ്റാളേഷൻ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? പിന്നെ ഇത് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫിൽറ്റർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാം. ഓഫ് കോഴ്സ് നമ്മുടെ സമ്പ് ഫിൽട്രേഷനും പിന്നെ കാനിസ്റ്റർ ഫിൽറ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ഹൈ എൻഡ് തിങ്സ് ആണ്. വലിയ വോളിയം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷും വളരെ ഇപ്പോൾ 260, 300 ഗാലണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിൽറ്ററും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള 100 ലിറ്റർ വരെയൊക്കെയുള്ള ടാങ്കിന് ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള, ചീപ്പായിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ടോപ്പ് ഫിൽറ്റർ. അപ്പോൾ ഈ ടോപ്പ് ഫിൽറ്റർ പലർക്കും ഇതിൻ്റെ യൂസ് അറിയില്ല. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ നൈട്രജൻ സൈക്കിള്, അതിൻ്റെ അക്വേറിയം നൈട്രജൻ സൈക്കിളുണ്ടല്ലോ, ഇത്രയും ബെനിഫിഷ്യലായിട്ട്, ഇത്രയും എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേറൊരു ഫിൽറ്ററിന് പറ്റുമെന്ന് സംശയമാണ്. ഇതിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ടോപ്പ് ഫിൽറ്റർ GD400 എന്നാണ് ഇതിൻ്റെ പിന്നെ ഇത് മോഡൽ നമ്പർ. ജനേക്ക എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഓഫ് കോഴ്സ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ്. ഇത് ഉള്ളതിൽ കുറച്ചുകൂടെ പിന്നെ കോസ്റ്റ് കുറവാണ്. ചീപ്പെന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് കുറവാണ് നമ്മുടെ ബാക്കി ബ്രാൻഡൊക്കെ വെച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ മിക്കവാറും ഷോപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് അക്വേറിയം ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു വലിയ ഷോപ്പുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് നന്നായിട്ട് പോകുന്ന ഒരു സാധനമാണ്. പിന്നെ എന്നാൽ ചിലർക്കൊന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും അറിയില്ല. ഇപ്പോൾ പിന്നെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത് തന്നെ പല മോഡലിലും കിട്ടും. ഇതിന് 400 മീൻസ് എന്താണ്? ഇത് 40 സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു 50 സെൻറ്റിമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് 7 വാട്ട്സ് ആണ്. കറണ്ടിൻ്റെ കാര്യത്തിലൊന്നും കൂടുതൽ പേടിക്കാനില്ല. പിന്നെ 500 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. 500 ലിറ്റർ പെർ അവർ. ഒരു 1/2 കിലോ, 670 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അക്വേറിയം പൊളിഞ്ഞ് വീഴുന്നൊന്നും ആരും പേടിക്കണ്ട. ഇതിൻ്റെ മേലെ വെക്കുന്നതല്ലേ. പിന്നെ സൈസും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മോഡൽ നമ്പർ. അങ്ങനെ ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഇതിൻ്റെ മേലെ തന്നെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. എയറോബിക് ഫിൽട്രേഷൻ, ബയോകെമിക്കൽ, 4-in-1 ഫിൽറ്ററാണ്, അഡ്ജസ്റ്റബിൾ ഫ്രെയിമാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ സൈസ് നീട്ടാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ സ്റ്റേബിളാണ്, എനർജി സേവിങ് ആണ്, സേഫ് ആൻഡ് ക്വയറ്റ്, സൗണ്ടൊന്നും കാണില്ല. പിന്നെ ഇത് സോൾട്ട് വാട്ടറിനും യൂസ് ചെയ്യാം, ഫ്രഷ് വാട്ടറിനും യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫ്രഷ് വാട്ടറിനാണ് പൊതുവേ നമ്മളൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ബയോ സ്പോഞ്ച്, ആക്ടിവേറ്റഡ് കാർബൺ, ഹൈ ഡെൻസിറ്റി ഫിൽറ്റർ സ്പോഞ്ച്, ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും ഇതിനകത്തില്ല. അത് നമ്മൾ വാങ്ങി വെക്കണം. ഇത് മീഡിയൊക്കെ നമ്മൾ തന്നെ വാങ്ങി വെക്കണം. അതെല്ലാം യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് നല്ല പെർഫെക്റ്റ് പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നോക്കാം. ഇതിൻ്റെ പാർട്സ് ഞാൻ പറയാം. ഇതാദ്യം തന്നെ ഇവരൊരു ഓവർ ഹെഡ് ഫിൽറ്ററിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറുണ്ട്. ഈ മോട്ടറാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഇതിനൊരു കവറുണ്ട്. പിന്നെ ഈ സബ്മേഴ്സിബിൾ മോട്ടർ, ഇത് നമുക്ക് ഊരിയെടുക്കാം. ഇത് ഒരു കേസാണ്. ഈ കേസിനകത്താണ് ഇത് ഇടുന്നത്. എന്നിട്ട് താഴോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ സ്പ്രേ ബാറാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പാർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നൊന്നായിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം.
ഫസ്റ്റ് ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ മോട്ടറിൻ്റെ കവറാണ്. ഈ കവർ ഇതിലേക്ക് എടുത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ മോട്ടർ ആണ് ഫിറ്റ് ചെയ്യുന്നത് അടുത്തത്. പിന്നെ ഇതാ സ്പ്രേ ബാറാണ്. സ്പ്രേ ബാർ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങോട്ടും ഈ സൈഡ് ഇങ്ങോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. നല്ല ടൈറ്റിൽ കണക്ട് ചെയ്യുക. അതിലൊന്നും കൂടെ ഒന്ന് ലീക്കൊന്നും വരരുത്. വന്നാലും കുഴപ്പമൊന്നുമില്ല, ടാങ്കിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. എന്നിട്ട് ഇതാ മോട്ടറിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. കാരണം ഇതുവഴി വെള്ളം എടുത്തിട്ട്, ഇത് വെള്ളം എടുക്കുന്ന പൈപ്പാണ്, ഇതുവഴി വെള്ളം എടുത്തിട്ട് തിരിച്ച് ഈ ഫിൽറ്ററിലേക്ക് വരണമല്ലോ വെള്ളം. ഫിൽറ്റർ ബെഡിലേക്ക് വെള്ളം വരാനുള്ള ഇതാ ഈ നമ്മുടെ ഇതിനകത്ത് കവറിനകത്ത് ഇരുന്നു. അത് എക്സാക്റ്റ് ഫിറ്റിംഗ് ആണ്, ഒന്നും നോക്കാനില്ല, കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഫിൽറ്ററിൻ്റെ ഏകദേശം ഒരു രൂപത്തിലെത്തി. മേലെ ടാങ്കിൻ്റെ മേലെ വെക്കുന്നതിന് തൽക്കാലം നമുക്ക് ഈ ബോക്സിൻ്റെ മേലെ വെക്കാം. നമ്മുടെ ഈ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ മേലെ തന്നെ, എന്നാലേ ഇത് അതിൻ്റെ അടുത്തത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് സ്പ്രേ ബാർ ഇത് കണ്ടില്ലേ, വെള്ളം ഇതിനകത്തേക്കാണ് വരുന്നത്. ഇതുവഴി വെള്ളം അകത്തേക്ക് വന്ന് താഴോട്ട് സ്പ്രേ ആവുകയാണ്. അപ്പോൾ ഈ സ്പ്രേ ബാർ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തുള്ള മീഡിയ വെക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ചെറിയ സാധനം ഉള്ളതെന്ന് വെച്ചാൽ അത് ഔട്ട്ലെറ്റാണ്, അതും ഫിറ്റ് ചെയ്യാം. കണ്ടില്ലേ, അത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി ഫിൽറ്ററായി വരുന്ന വെള്ളം ഇവിടുന്ന് ഇങ്ങനെ സ്പ്രേ ആയിട്ട് താഴോട്ട് വരും. ഒറ്റ അടിക്ക് താഴോട്ട് ഭും എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഫിഷിന് ഒരു സ്ട്രെസ്സായി പോകും. നല്ല പവർ ഉണ്ടാവും ചിലപ്പോൾ. ഇത് നല്ലൊരു മോട്ടറാണ്. അപ്പോൾ ഇതുവഴി ഇതിങ്ങനെ സ്പ്രെഡായിട്ട് സർഫസിലേക്ക് വീഴും. ഒരു എക്സ്ട്രാ ഓക്സിജൻ്റെ ആവശ്യം പോലും അവിടെ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു സർഫസ് മൂവ്മെൻറ്റ് ഉണ്ടാവും വെള്ളത്തിന്. ഓക്കെ, ഇനി നമുക്കിതിനകത്തുള്ള മീഡിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനകത്ത് മീഡിയ ഒന്നും കാണില്ല. ഇതിനകത്ത് മീഡിയ കാണും. ഇത് വെറും സാമ്പിൾ മീഡിയ മാത്രമാണ്. അത് എക്സാമ്പിളിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇതിനകത്ത് എന്താണ് വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി അവർ 2 പാക്കറ്റ് തരുന്നതാണ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഫിൽട്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഞാനിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അക്വേറിയം ഫിൽട്രേഷൻ നൈട്രജൻ സൈക്കിളൊക്കെ എങ്ങനെയാണെന്നുള്ള ഇത് ലിങ്ക് ഞാൻ ഏതായാലും ഇവിടെ കൊടുക്കാം. അതൊന്ന് വാച്ച് ചെയ്തോളൂ. പിന്നെ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന കരി എന്ന് പറയില്ലേ, കരി, ആ ഒരു ടൈപ്പാണ്, കാർബൺ. ഞാൻ ഇത് തുറക്കണോ? തുറന്ന് കാണിച്ചു തരാൻ വേണം. ഇത് ഫിക്സ്ഡാണ്. ഇത് ഇങ്ങനെ വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കരി വെള്ളത്തിലേക്ക് ഇറങ്ങി കംപ്ലീറ്റ് ആയി. അപ്പോൾ അവരിങ്ങനെയാണ് വെച്ചതെന്നുണ്ടെങ്കിലും നമ്മളിത് ഫിൽറ്റർ റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ കുലുക്കിയിട്ട് ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ. കാരണം ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നതിനകത്ത് കാർബൺ ഇല്ല. അപ്പോൾ ആ കാർബൺ മതി. ഇത് കാർബൺ അല്ല, ഇത് ബയോബോൾസിൻ്റെ ഒരു മിനിയേച്ചർ ഫോം. അപ്പോൾ അതും ഇതിനകത്ത് അവിടെ വെച്ചേക്കാം. അതൊരു ബേസായിട്ട് അവിടെ കിടന്നോട്ടെ. ഇനി നമ്മുടെ സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് വെക്കാം. പിന്നെ ഈ ഫിൽറ്റർ വെക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് അധികം സാധനങ്ങളായാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സാധനം സെറാമിക് റിങ്സാണ്. സെറാമിക് റിങ്സ് ഒരു ലെയർ ഇട്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ ഒക്കെ ഇതിനകത്ത് വളരുള്ളൂ. ഇവരുടെ ഇതിനകത്തുള്ള ഇത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കണ്ടില്ലേ, ഈ സെറാമിക് റിങ്സിലാണ് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ വളരാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു ലെയറായിട്ടങ്ങ് വെച്ച് കൊടുക്കുക. കറക്റ്റ് ഒരു ലെയറായിട്ട് വെച്ചാൽ മതി. ഒരു ലെയറിനകത്ത് എത്ര എണ്ണം വരും? ഒരു 50 പീസ് വന്നെങ്കിലായി. അത് മതി, അത്രയും സാധനങ്ങൾ മതി. ഇപ്പോൾ സെറാമിക് റിങ്സിൻ്റെ ഒരു ലെയറായിട്ടുണ്ട്. ഒരു ലെയർ സെറാമിക് റിങ്സ് വെച്ചു. ഇനി അതിൻ്റെ മേലെ ഒരു കോഴ്സ് ഫിൽറ്റർ വെക്കണം. മെക്കാനിക്കൽ ഫിൽട്രേഷൻ, കോഴ്സ് ഫിൽട്രേഷൻ. അതായത് നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് കയറി വരുന്ന ഫിഷ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലേക്കാണ് പോകേണ്ടത്. കാരണം അത് നമ്മുടെ ബെഡിലേക്ക് പോകരുത്, ഈ ഫിൽറ്റർ ബെഡിലേക്ക് പോകരുത്. അപ്പോൾ ഇത് അറിയാലോ, കോഴ്സ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ കട്ട് ചെയ്ത് ഇതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ ബെഡ് പ്രിപ്പറേഷൻ തീർന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് അവർ തന്നെ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഒരു സ്മോൾ പീസുണ്ട്. പീസല്ല, ഒരു പീസ് ഓഫ് ബെഡ് എന്ന് പറയാൻ. അതിനകത്ത് കുറേ എണ്ണമാണ്. പിന്നെ നമ്മുടെ ബയോബോൾസിൻ്റെ ഒരു
ഒരു ബെഡുണ്ട്. അതിന് മേലെ നമ്മളുടേതായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്ത് സെറാമിക് റിങ്സ് വെച്ചു. പിന്നെ ഈ കോഴ്സ് ഫിൽറ്ററും വെച്ചു, മെക്കാനിക്കൽ ഫിൽട്രേഷനും വെച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കവർ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ കവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ സൈഡാണ് വെക്കേണ്ടത്, തെറ്റിപ്പോയി. അവിടെയാണ് ഈ പിന്നെ കണ്ടില്ല, അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. കണക്ട് ചെയ്യുന്നു. ഈ സാധനം കണ്ടില്ലേ, ഇത് പിന്നെ ഇതാണ് വെള്ളം മേലോട്ട് വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സംഭവം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഫിൽറ്റർ ഇവിടെ നമ്മുടെ ഒരു ടാങ്കിന് മേലെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇത് ഫിൽറ്റർ 40 സെൻറ്റിമീറ്ററാണ്, എന്നാൽ ടാങ്ക് 30 ഉള്ളൂ. അതുകൊണ്ട് ഞാനിതിങ്ങനെ തൽക്കാലം ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് കാണിക്കുന്നത്. കാരണം ഇതിന് സൂട്ടബിൾ അല്ല. ഈ ലെങ്ത്ത് 30 ഉണ്ടാവാൻ പാടുള്ളൂ, അത് 30ൻ്റെ സൈസ് വാങ്ങണം. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചേക്കുന്നു, വെള്ളം എങ്ങനെ മേലോട്ട് പമ്പായി വന്ന് ഇതുവഴി താഴോട്ട് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലൈൻ കണ്ടില്ലേ, MIN, അതായത് മിനിമം വാട്ടർ ലെവലാണ്. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ മോട്ടർ എപ്പോഴും വെള്ളത്തിൽ നിൽക്കേണ്ട മോട്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മിനിമം വാട്ടർ ലെവൽ എന്നുള്ള ആ ലെവലിൽ നമ്മൾ വെള്ളം നിറച്ചു. ഇതിൻ്റെ കവർ വെച്ചിട്ടില്ല, വെള്ളം വരുന്നത് കാണാൻ വേണ്ടി വെക്കാതിരുന്നതാണ്. നമുക്കിപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തു, കണ്ടില്ലേ, വെള്ളം മേലെ എത്തി. ഇതോ അതുവഴി വെള്ളം പുറത്തേക്ക് വരും. കാണാമെന്ന് വിചാരിക്കുന്നു, കണ്ടില്ലേ, ഇതുവഴി വെള്ളം കയറുന്നു. വെള്ളം ഇതുവഴി കയറി ഈ നമ്മുടെ സ്പ്രേ ബാർ വഴി വെള്ളം ആദ്യം ഈ കോഴ്സ് ഫിൽറ്ററിനകത്ത് വീഴുന്നു. ശേഷം താഴെ സെറാമിക് റിങ്സ് ചെറുതായി കാണാം. സെറാമിക് റിങ്സ് വഴി വെള്ളം ആ കാർബണിലേക്കും ബയോബോൾസിലേക്കൊക്കെ പോകുന്നു, മേലോടെ വന്നു. പിന്നെ ഫിൽറ്ററായിട്ട് വെള്ളം താഴെ വരുന്നു. അപ്പോൾ വെള്ളത്തിൽ നിന്നുള്ള അമോണിയ ഇവിടുന്ന് പിന്നെ നൈട്രൈറ്റായും ഇവിടെ നൈട്രേറ്റായും മാറി താഴോട്ട് വരുന്നു. അപ്പോൾ ഇതൊരു പ്ലാന്റഡ് ടാങ്ക് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ നൈട്രേറ്റ്, വെള്ളത്തിലുള്ള നൈട്രേറ്റ് ഈ പ്ലാന്റ്സ് യൂസ് ചെയ്യും. ടോപ്പ് ഫിൽറ്ററിനെ കുറിച്ചുള്ള ഈ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഇടയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോകൾ വരുന്നുണ്ടെന്നൊക്കെ പറയാം. എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അത് പോസ്റ്റ് ചെയ്യാം. നമ്മൾ അതിന് കറക്റ്റായിട്ട് ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് അപ്പോൾ പിന്നെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.